വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് എളുപ്പത്തിലൊരു സ്നാക്ക് ഉണ്ടാക്കാം. കണ്ടാൽ കട്ട്ലറ്റ് പോലെ തോന്നുമെങ്കിലും കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ പകുതി സമയം മതി ഇതുണ്ടാക്കാൻ. കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാനും പറ്റും. വിരുന്നുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അഭിമാനത്തോടെ വിളമ്പാനും പറ്റിയ നല്ലൊരു സ്നാക്കാണിത് കേട്ടോ. ഇതുണ്ടാക്കാനായി 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു സവാള പൊടിയായി അരിഞ്ഞത്, പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് പൊടിയായി അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക് പൊടിയായി അരിഞ്ഞത്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അത് വേവിച്ച് ഉടച്ചതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഇത് ഗരം മസാലയാണ്. ഒരു 1/4 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഗരം മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു കോഴിമുട്ട വേണം. ഈ മുട്ട പൊട്ടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം സ്പൂണ് കൊണ്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് കുഴച്ചെടുക്കണം. ഇത് കുഴച്ചെടുക്കാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല കേട്ടോ. ഈ കോഴിമുട്ടയുടെയും പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതും സവാളയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു നനവുണ്ടാവും. അതുകൊണ്ട് തന്നെ കുഴച്ചെടുത്താൽ മതി. വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല ടൈറ്റായിട്ടുള്ളൊരു മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ചപ്പാത്തി മാവിൻ്റെ പോലെ തന്നെ നല്ല ടൈറ്റായിട്ടുള്ളൊരു മാവ്. കുഴച്ച് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കുഴക്കാം. ഇതിൽ ഞാൻ കോഴിമുട്ട ചേർക്കുന്നത് കാണിക്കുന്നുണ്ടെങ്കിലും മുട്ട കഴിക്കാത്തവർക്കും വെജിറ്റേറിയൻസിനൊക്കെ മുട്ട സ്കിപ്പ് ചെയ്യാം കേട്ടോ. കോഴിമുട്ട ചേർക്കാതെ ഉണ്ടാക്കാം. അപ്പോൾ നനവിന് വേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അതാ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ സ്ക്വയറോ റെക്റ്റാങ്കിളോ ഫിംഗേഴ്സിൻ്റെ ഷേപ്പോ നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഷേപ്പിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഓവൽ ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇതാകുമ്പോൾ വളരെ ഈസിയാണല്ലോ. ഓരോ ഉരുളയും എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്താൽ ഓവൽ ഷേപ്പിലായി കിട്ടും. ഗോതമ്പ് പൊടി വട എന്നാണ് ഞാനിപ്പോൾ ഇതിന് പേരിട്ടിരിക്കുന്നത്. നിങ്ങൾ നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് സ്വീകരിക്കാം. ഇനി നമുക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പരന്ന പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല. നമ്മുടെ വടയൊക്കെ മൊരിഞ്ഞ് വരുന്നുണ്ട്. ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞപ്പോൾ ഞാനിത് മറിച്ചിട്ട് കൊടുത്തതായിരുന്നു. ഇപ്പോൾ അതാ 2 ഭാഗവും നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതിൻ്റെ പുറം ഭാഗം നല്ല മൊരിഞ്ഞിരിക്കും, അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഗോതമ്പ് പൊടിയും കോഴിമുട്ടയും ഉരുളക്കിഴങ്ങും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണേ. ഇതുപോലെ ഹെൽത്തി ഈസി ടേസ്റ്റി റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരാം.